ഒന്ന് നിവർന്നു നിന്നാൽ ഉടനെ തന്നെ പതുങ്ങി ഓടുന്നവരാണ് ഞങ്ങൾ. അതാണല്ലോ DCC പ്രസിഡന്റ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, മലപ്പട്ടത്ത് നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഒരു രൂപം നോക്കിയേ. വന്ന് റിട്ടേണിംഗ് ഓഫീസറെ ഞങ്ങൾ പേടിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി. കോൺഗ്രസ്സുകാരെ ഭീഷണിപ്പെടുത്താൻ മനസ്സിലാക്കുക. ഇത് ഇപ്പം അങ്ങനെയാണല്ലോ DCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങളെ കണ്ണു മിഴിച്ചാൽ ഓടിപ്പോകുന്നവരാണ് ഞങ്ങൾ. മീശ ചുരുട്ടിയാൽ വാലി ചുരുട്ടി ഓടുന്നവരാണ് ഞങ്ങൾ. ഒന്ന് നിവർന്നു നിന്നാൽ ഉടനെ തന്നെ പതുങ്ങി ഓടുന്നവരാണ് ഞങ്ങൾ. അതാണല്ലോ DCC പ്രസിഡന്റ് പറഞ്ഞത്. 2 മാസം മുമ്പ് മലപ്പട്ടത്ത് വന്നിട്ട് നടത്തിയുള്ള പ്രസംഗം അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഇപ്പം അദ്ദേഹം പറയാണ്, കമ്മ്യൂണിസ്റ്റുകാരൊന്ന് കണ്ണുമിഴിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോകും, പേടിച്ചോടുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ പേടിച്ചോ, പക്ഷെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ പോലെയാണ് എന്ന് നാട്ടിൽ പറയണ്ട. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു റിട്ടേണിംഗ് ഓഫീസർ പേടിച്ചിട്ട് നോമിനേഷൻ പിൻവലിച്ചത് എന്ന് പറഞ്ഞിട്ട്, അത് റിട്ടേണിംഗ് ഓഫീസറല്ലേ പറയേണ്ടത്, ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനല്ലേ പറയേണ്ടത്. DCC പ്രസിഡന്റാണോ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? റിട്ടേണിംഗ് ഓഫീസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്തും അദ്ദേഹം വിളിച്ചു പറയും. അങ്ങനെ ഒരു ഗുണമുണ്ട്, DCC പ്രസിഡന്റോ കോൺഗ്രസോ എന്ത് വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കും എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. നിങ്ങൾക്കൊക്കെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടി, UDFന്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി. ഉടനെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ്, UDFന്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ടൊരു കുഞ്ഞ് അടിക്കുറിപ്പ് എന്ന് ആരോപണം. അപ്പോൾ തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പൊതുബോധം സൃഷ്ടിക്കരുത്, പെരുന്നുണ പ്രചരിപ്പിക്കരുത്. വാസ്തവത്തിൽ ഈ ഒരു പ്രചരണം തീരെ അവഗണിക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പലരും വിളിക്കുകയാണ്, കണ്ണൂർ എന്താ നടക്കുന്നത്? കണ്ണൂരൊന്നുമില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളില്ല UDFന് ചിലയിടങ്ങളിൽ, അതുകൊണ്ട് മത്സരിക്കുന്നില്ല. അതിനെ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി UDFും കോൺഗ്രസും അവരുടെ ദൗർബല്യം മറച്ചു വെക്കാൻ വേണ്ടി CPMന്റെ മേലെ പഴിചാരുന്നു. അത്രമാത്രമേ ഉള്ളൂ.